ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ രാശിസ്ഥിതിയെക്കുറിച്ചാണ്. അത് കുംഭം രാശിയിൽ ഇനി ഒരു വർഷം കൂടി, അതായത് 2025 മാർച്ച് മാസം 30 വരെ കുംഭം രാശിയിൽ ശനി സ്ഥിതി ചെയ്യും. ശനിയുടെ സ്ഥിതി അറിയുവാനും മാറ്റമറിയുവാനും ധാരാളം ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അത് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് 10ാം ഭാവം, മേടം ഇടവം രാശി മുതൽ 10ാം ഭാവത്തിലാണ്. അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഒരു വർഷം കൂടി ഉണ്ട്. ആ കണ്ടകശനി, കണ്ടകശനിയുടെ പ്രധാന ദോഷങ്ങൾ ഒക്കെ കുറഞ്ഞു വരികയാണ്. അതായത് 2.5 വർഷമാണ് കണ്ടകശനി. അങ്ങനെയുള്ള കണ്ടകശനി 1.5 വർഷം കഴിഞ്ഞിരിക്കും. അടുത്ത മാർച്ച് 30 രാശി മാറി കണ്ടകശനിയിൽ നിന്ന് ഈ രാശിക്കാരായ നക്ഷത്രക്കാർ മുക്തരാകും. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ. ഇനി വരാനുള്ള സമയങ്ങളിൽ ശനിയുടെ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. അതായത് ഇടവം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം 11ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയായ വ്യാഴം സർവേശ്വരകാരകനാണ്, സർവസമ്പത്പ്രദാത്രിയാണ്. ആ വ്യാഴം ബലവാനായിട്ട് ഒരു വർഷം രാശിയിൽ സ്ഥിതി ചെയ്യുകയാണ്, അതായത് ഇടവം രാശി. കൂടാതെ ഭാഗ്യാധിപനായിരിക്കുന്ന ബുധൻ്റെയും മറ്റൊരു ഭാഗ്യാധിപൻ കൂടിയായ ശനി രാജയോഗകാരകനാണ് ഇടവം രാശിക്കാർ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും നാളും നല്ല പദവിയിൽ കഴിഞ്ഞവർ താഴോട്ട് പോയിക്കൊണ്ടിരുന്നു എങ്കിൽ ആ ശനിയുടെ അനുഗ്രഹത്താൽ ഇനി ഒരു വർഷം കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള ഒരു വർഷമാണ് ഇടവം രാശിക്കാർക്ക്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരും അത് പരിഹരിക്കപ്പെടും. അതായത് ഇടവം രാശിക്ക് ദാമ്പത്യ ഭാവമാണല്ലോ വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിലേക്കുള്ള പൂർണ്ണ ദൃഷ്ടി കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നിയമപരമായ പ്രശ്നങ്ങൾ വരെ നേരിടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് അതിൽ നിന്നെല്ലാം മുക്തരായി അഭിപ്രായ ഐക്യത്തോടുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാകുകയും ക്ഷമയും വിട്ടുവീഴ്ചയോടുകൂടി വ്യാഴത്തിൻ്റെ കൂടെ ദൃഷ്ടി വൃശ്ചികം രാശിയിലേക്ക് പൂർണ്ണമായിട്ടുള്ളതിനാൽ സർവ്വ ഐശ്വര്യത്തോടുകൂടി സർവ്വമംഗളത്തോടുകൂടി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും ഐശ്വര്യപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുന്നതിനും ശനീശ്വരൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മറ്റൊരു പ്രധാന ഭാവമാണ് ഇടവം രാശിക്കാർക്ക് 4ാം ഭാവം. 4ാം ഇടത്തേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നു. അത് പൂർണ്ണ ദൃഷ്ടിയായതിനാൽ ഇത്രയും നാളും വളരെ ദോഷകാരിയായി. ഇനി അതിൽ നിന്ന് മുക്തി നേടുവാൻ പോകുന്നു. അതായത് മാതാവ്, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അമ്മയുടെ സഹോദരൻ, മാതുലൻ, വാഹനം, ഗൃഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയോ ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴുകയോ ചെയ്തിരുന്ന വ്യക്തികൾ, അമ്മയുമായിട്ട് പിണങ്ങുക സ്വാഭാവികമായിട്ട് സാധിക്കുന്ന കാര്യമല്ല. എങ്കിലും ഈ ഒരു ശനിയുടെ ബന്ധം മൂലം പല വിധത്തിലും അമ്മയുമായിട്ട് അകലുകയോ വാഹന സംബന്ധമായ ചില വിഷയങ്ങളും ഗൃഹസംബന്ധമായിട്ട് അധിക കടങ്ങളോ ഒക്കെ വന്നിരിക്കുന്നവർക്ക് എത്ര വലിയ കടങ്ങളുമായിക്കോട്ടെ അതൊക്കെ വീടുന്നതിനും നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുവാനായിട്ടും സാധിക്കും. മറ്റൊരു പ്രധാന ഭാവമാണ് വിദേശം.
വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവാധീനത്തോടുകൂടി വിദേശത്തൊക്കെ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും പോകുവാൻ ശ്രമിക്കുന്നവർക്കും വളരെയധികം തടസ്സങ്ങളുള്ളവർക്ക് അതിൽ നിന്നെല്ലാം മുക്തി നേടി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അതുപോലെ ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്ക് തൊഴിൽ സ്ഥിരത ലഭിക്കുകയും പുതിയ നല്ല ശമ്പളത്തോടു കൂടിയ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ഒക്കെ കിട്ടുന്നതിനും അതിനുവേണ്ടി ശ്രമിക്കുക. വിജയങ്ങൾ സുനിശ്ചിതമായിട്ടും വന്നു ചേരും. തൊഴിൽപരമായ വിജയങ്ങളും വന്നു ചേരും. അതായത് തൊഴിൽ ഭാവത്തിലേക്ക് പ്രബല ഗ്രഹങ്ങളുടെ സ്ഥിതിയും ദൃഷ്ടിയും ഒക്കെ വരാൻ പോകുന്ന ഒരു സമയവും സന്ദർഭങ്ങളുമൊക്കെയാണ്. സുഹൃത്തുക്കളുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും ഒരു സഹകരണവും സഹായവുമുള്ള വന്നു ചേരുന്ന ഒരു കാലമാണ് ഈ ഇടവം രാശിക്കാർക്ക് വന്നു ചേരുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി ശനി ദോഷങ്ങളും മറ്റ് ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും മറ്റ് കടബാധ്യതകളോ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളോ സന്താന പ്രശ്നങ്ങളോ ഒക്കെ ആണെങ്കിലും വ്യക്തിപരമായിട്ട് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും സഹിതം വാട്സാപ്പ് ചെയ്ത് ഓൺലൈനായിട്ട് അറിയാവുന്നതാണ്. കൂടാതെ നേരിട്ട് വരികയോ ചെയ്യാം.